അൾത്താരയിൽ പൂജ്യബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യബലി വസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിൽ അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏതാനും ദിവസം മുമ്പ് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു കുടുംബം എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഒരു സങ്കടം പറഞ്ഞു. അവർ പറഞ്ഞത് ഇതാണ്: കഴിഞ്ഞ 12 വർഷമായി ഞങ്ങൾ ഒറ്റ ദിവസം വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ പള്ളി അടച്ചിട്ടിരിക്കുകയാണ്, വിശുദ്ധ കുർബാനയില്ല. ഏറ്റവും വലിയ സങ്കടം അതാണെന്ന്. കഴിഞ്ഞ ദിവസം മറ്റൊരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഈ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇപ്പോഴേ ഒരു സങ്കടമാണ്. കാരണം ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റാൽ ഉടൻ പള്ളിയിലേക്ക് പോകുന്ന ഒരു ശീലം എത്രയോ വർഷമായി ഞങ്ങൾക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനീ പറഞ്ഞ 2 കൂട്ടരും നമ്മളെല്ലാവരുടെയും പ്രതിനിധികളാണ്. നമ്മുടെ പള്ളികൾ പൂട്ടിയിട്ട, കുർബാന മുടങ്ങിയ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ഇന്ന് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒത്തിരി പേരുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഞാനിപ്പോൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ഈ ബലിപീഠത്തിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ആത്മനാ നിങ്ങളെല്ലാവരെയും എന്നോട് കൂട്ടിച്ചേർത്ത് നിർത്തിക്കൊണ്ട് ഞാൻ ഈ വിശുദ്ധ ബലി അർപ്പിക്കുകയാണ്. നിങ്ങളൊരു ദേവാലയത്തിൽ നേരിട്ടെത്തി ബലിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കെന്തുമാത്രം അത് ആത്മീയ അനുഭവമാകുന്നുവോ, അതിനേക്കാൾ കൂടുതൽ ആത്മീയ അനുഭവം ഈ ബലിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ബലിയിലൂടെ ദൈവം നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്കും കടന്നു വരട്ടെ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളട്ടെ. ഞാൻ ഈ ബലി അർപ്പിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ബലി അർപ്പിക്കുന്നതെന്ന ഒരു തോന്നൽ എനിക്കില്ല. കാരണം നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ കൺമുമ്പിലുണ്ട്. ഈ അൾത്താരയ്ക്ക് ചുറ്റും നിങ്ങളെ ഞാൻ ചേർത്ത് നിർത്തുകയാണ്. ഒരു മനസ്സോടുകൂടി, ഒരു ഹൃദയത്തോടുകൂടി, ഒരു സ്വരത്തോടുകൂടി നമുക്കൊന്ന് ചേർന്ന് ബലി അർപ്പിക്കാം. ഒരു നിമിഷം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് ഒരു ദേവാലയത്തിൽ സക്രാരിയുടെ മുമ്പിൽ നിൽക്കുന്ന അതേ മനോഭാവത്തോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ ബലിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടെ
തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരണപൂർവ്വം നൽകിയ ദിവരസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിനെയും നാഥായ നയിക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുതിനുമെന്നെന്നും. അനവധിൻ മമ നാഥാ നിൻ മഹിമയ്ക്കളവില്ലറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമല ഞങ്ങളെ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അകലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനും നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമം നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്ക് കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുതർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനുത്തഭേദം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിലുള്ള വായന. ഗുരുവാശ്രമം. വിശുദ്ധ നിന്നെ അനുഗ്രഹിക്കട്ടെ. നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക, അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും. എന്നാൽ അവൻ മടിച്ചു നിന്നു. കർത്താവിന് അവനോട് കരുണ തോന്നിയതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു. അവരെ പുറത്തു കൊണ്ടുചെന്ന് വിട്ടതിനു ശേഷം അവരിൽ ഒരാൾ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. ലോത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങനെ പറയരുതേ, ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ. എൻ്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ. അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചു പോയേക്കുമെന്ന് ഭയപ്പെടുന്നു. ഇതാ, ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ്, ചെറുതുമാണ്. ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ. അത് ചെറുതാണല്ലോ, അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം. അവൻ പറഞ്ഞു, ശരി, അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. വേഗമാവട്ടെ, അങ്ങോട്ട് ഓടി രക്ഷപ്പെടുക. നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല. ആ പട്ടണത്തിന് സോവാർ എന്ന് പേരുണ്ടായി. ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. കർത്താവ് ആകാശത്തിൽ നിന്ന് സോദോമിലും ഗൊമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പുതൂണായി തീർന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാ, ഹല്ലേലൂയ ഗീതികളാ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തൻകരവിരുതല്ലോ വാനവിതാരങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. നിത്യപിതാവിനും
സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികളിൽ. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. സർവജനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരി, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 8, 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. ഈശോയെ നിന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം സൃഷ്ടി ജീർണതയുടെ അടിമത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദിഫലം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടപ്പാട് ഉണ്ടാകുന്ന പുത്രത്വ ലഭ്യത പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല. താൻ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമൻ മനത്താരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴു കിടട്ടെ. മനോഗ്രഹപൂരിത കവിതൻ തൂലിക പോലെ നാവിപ്പോ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമാ ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 6:25 മുതലുള്ള തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നോൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിൽ അറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരെയും വീണ്ടും എൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഏതാനും മിനിറ്റ് നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. ചില സംഭവങ്ങൾ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൻ്റെ മുൻഗണനകൾ മാറ്റിമറിക്കും. ഒരു കാലത്ത് നമ്മൾ വളരെ അപ്രധാനമായി കണ്ടിരുന്ന പലതും പ്രധാനപ്പെട്ടതാവുകയും പ്രധാനപ്പെട്ടതായി കണ്ട പലതും അപ്രധാനമാവുകയും ചെയ്യുന്ന സമയങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു സമയത്തിലൂടെയാണെന്ന് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ 1, 2, 3 ആഴ്ച മുമ്പ് ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതെന്ന് തോന്നിയ പലതും ഇന്ന് ജീവിതത്തിൽ വിലപ്പെട്ടതായിട്ട് തോന്നുന്നില്ല. ഏതാനും ആഴ്ചകൾ മുമ്പ് വരെ വിലയില്ലാത്തതായി കണ്ട പലതും ഇന്ന് ജീവിതത്തിൽ വളരെ വിലപ്പെട്ടതായിട്ട് തോന്നുകയാണ്. അതിലൊരു ചെറിയ ഉദാഹരണമാണ്, നമുക്കൊരു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോലും പറ്റുന്നില്ല എന്ന അവസ്ഥ. എന്നും നമുക്കത് സാധിച്ചിരുന്നപ്പോൾ ഒരുപക്ഷെ പലരും അതിൻ്റെ വില മനസ്സിലാക്കിയില്ല. ഇന്ന് അതിൻ്റെ വില മനസ്സിലാക്കുകയാണ്. ഈശോ നമ്മളോട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നമ്മൾ ആരും ഒരുപാട് ആകുലപ്പെടേണ്ട. നമുക്ക് ചുറ്റും ആകുലപ്പെടാൻ ഒരുപാട് സാഹചര്യങ്ങളുള്ള അവസരത്തിലാണ് ആകുലപ്പെടേണ്ട എന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ ആകുലതകൾ കുറയ്ക്കുവാൻ സഹായിക്കുന്ന, ഉത്കണ്ഠകൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ ചിന്ത മാത്രം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു 6 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഒരു ചിന്ത നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കും എന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് ഉണ്ടായോ ഇല്ലയോ?
കിട്ടാൻ പോകുന്ന ഉത്തരം ഞാൻ പറയാം. ഭയപ്പെട്ടതെല്ലാം സംഭവിച്ചിട്ടില്ല. എല്ലാവരുടെയും അനുഭവം അതാണ്, ഭയപ്പെട്ടതെല്ലാം സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നമുക്ക് ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ സമാധാനിച്ചിരുന്ന ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ നമുക്ക് സംഭവിച്ചുവോ ഇല്ലയോ? എല്ലാവരുടെയും ഉത്തരം ഒന്ന് തന്നെയായിരിക്കും, സംഭവിച്ചു. അതിന് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഈ കൊറോണ വൈറസിൻ്റെ ഈ കാലഘട്ടം. ഇങ്ങനെ ഒന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല. പഴയ നിയമത്തിൽ ദാവീദ് രാജാവ് ദൈവകൽപ്പന നിരസിച്ചപ്പോൾ ദാവീദിൻ്റെ രാജ്യത്തിലേക്ക് ദൈവം പകർച്ചവ്യാധി അയച്ചെന്നും ഒറ്റ ദിവസം കൊണ്ട് 70,000 പേര് മരിച്ചുവെന്നുമൊക്കെ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്നത് വായിച്ചു കേൾക്കുമ്പോൾ നമുക്കത് കെട്ടുകഥയായി തോന്നും, നമുക്കത് വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. എന്നാൽ ഇന്ന് ഈ വൈറസിൻ്റെ ഈ കാലഘട്ടത്തിൽ ദിവസം പ്രതി ആയിരക്കണക്കിന് പേര് മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാവുകയാണ്. ഒരിക്കലും വിചാരിക്കാത്തത് സംഭവിക്കുകയാണ്. എത്രയോ പേര് അവിചാരിതമായി മരിച്ചുപോയി, എത്ര പേര് അവിചാരിതമായി ആശുപത്രികളിലായി, എത്ര പേരെല്ലാം ഉപേക്ഷിച്ച് പോരേണ്ടി വന്നു, എത്ര പേർക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടു, തൊഴിൽ നഷ്ടപ്പെട്ടു, വരുമാനമൊക്കെ നഷ്ടപ്പെട്ടു, എത്ര പേര് വീടിന് പുറത്തിറങ്ങാതെ ഇരിക്കുന്നു. നമ്മൾ ആരും ഒരിക്കലും മുൻകൂട്ടി കണ്ടതല്ല ഇങ്ങനെയൊന്നും. ഇങ്ങനെ ഒന്നിനെ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സ് ഒരിക്കലും നമ്മൾ ഒരുക്കി വെച്ചതുമല്ല. പക്ഷേ അത് സംഭവിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മുൻകൂട്ടി കാണാത്തത് പലതും നമുക്ക് സംഭവിക്കും. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, മുൻകൂട്ടി കണ്ടതോ മുൻകൂട്ടി കാണാത്തതോ ആയ പ്രതിസന്ധികളുണ്ടായപ്പോൾ നമ്മളതിനെ അതിജീവിച്ചുവോ ഇല്ലയോ? ഉത്തരം ഇതാണ്, നമ്മളതിനെ അതിജീവിച്ചു. അപ്പം നിങ്ങൾ ചോദിക്കും, അതിജീവിച്ചു എന്നതിൻ്റെ തെളിവെന്താണ്? തെളിവ് ഞാൻ പറയാം. അതിനെ അതിജീവിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഇത്രയുമെങ്കിലുമൊക്കെ മനസ്സമാധാനത്തോടുകൂടി ജീവിച്ചിരിക്കുന്നത്. അതിജീവിച്ചിരുന്നില്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഈ ലോകത്ത് കാണത്തില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇന്നത്തേക്കാൾ കൂടുതൽ സങ്കടം നിറഞ്ഞത് ആകുമായിരുന്നു. നമ്മളതിനെ അതിജീവിച്ചു. അതിനെ അതിജീവിക്കാൻ ദൈവം ഒരു അധിക ദൈവാനുഗ്രഹം ആ സമയത്ത് നമുക്ക് തന്നു. ആ അധിക ദൈവകൃപ ഉപയോഗിച്ചാണ് നമുക്കതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത്. നമ്മളൊക്കെ പലപ്പോഴും പല പ്രശ്നങ്ങളെയും വിൽ പവർ കൊണ്ട്, മനക്കട്ടി കൊണ്ട് അതിജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. വിൽ പവറിനൊരു പരിധിയുണ്ട്, മനക്കട്ടിക്കൊരു പരിധിയുണ്ട്. ഒരു പരിധിക്കപ്പുറം മനക്കട്ടി കൊണ്ട് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പൊട്ടിപ്പോകും. എന്നാൽ ആ മനുഷ്യനിൽ, നമ്മളിൽ ദൈവത്തിൻ്റെ അധിക കൃപയുണ്ടെങ്കിൽ, അധിക ദൈവശക്തി ഉണ്ടെങ്കിൽ, ആ അധിക ദൈവശക്തി ഉപയോഗിച്ച് ഏതറ്റം വരെയും പിടിച്ചു നിൽക്കാനും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ആ അധിക ദൈവകൃപ കൂടി നമ്മൾ കാണണം. നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഭാവിയിലേക്ക് ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സംഭവിക്കും എന്ന് നമ്മൾ ഭയപ്പെടുന്ന എല്ലാ പ്രതിസന്ധികളും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമോ ഇല്ലയോ? ഉത്തരം ഞാൻ പറയാം, ഉണ്ടാവുകയില്ല. നമ്മൾ ഭയപ്പെടുന്നതെല്ലാം നമുക്കുണ്ടാവുകയില്ല. തെളിവ് കഴിഞ്ഞ കാലത്തും ഉണ്ടായിട്ടില്ല, അതുപോലെ ഭാവിയിലും ഉണ്ടാകത്തില്ല. നമ്മൾ വെറുതെ വിചാരിച്ചു കൂട്ടുന്നതാണ്. അവിടെയാണ് ഈശോ നമ്മളോട് പറഞ്ഞത്, വെറുതെ വിചാരിച്ചു കൂട്ടണ്ട, വിചാരിച്ചു കൂട്ടുന്നതെല്ലാം സംഭവിക്കത്തില്ല. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിൻ്റെ കാലഘട്ടവും കടന്നു പോകും. ഇന്ന് നമുക്ക് ആവശ്യം നമ്മൾ പിടിച്ചു നിൽക്കുക. ആ പിടിച്ചു നിൽക്കാൻ നമ്മൾ ആശ്രയിക്കേണ്ടത് നമ്മുടെ മനക്കെട്ടി അല്ല. മനക്കെട്ടി ഉണ്ടാകട്ടെ, അത് നമ്മളെ സഹായിക്കട്ടെ. അതിലപ്പുറം നമുക്ക് ദൈവം തരാൻ പോകുന്ന അധിക ദൈവാനുഗ്രഹത്തിലേക്ക് നമുക്ക് നോക്കാം. ഈ ദിവസങ്ങളിൽ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടത് സർവ പ്രശ്നങ്ങളിലേക്കുമല്ല. പ്രശ്നങ്ങളുണ്ട്, നമുക്കറിയാം. നമ്മുടെ മനസ്സിൻ്റെ ഫോക്കസ് തിരിയേണ്ടത് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ട്
അതിനെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ മുഖത്തേക്കാണ്, ദൈവം തരാൻ പോകുന്ന അധിക ദൈവ കൃപയിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അപേക്ഷിക്കുകയാണ്, പ്രശ്നങ്ങളിലേക്ക് നോക്കണ്ട. അതവിടെയുണ്ട്, അതവിടെ കിടക്കട്ടെ, അത് നമുക്കറിയാം. ഈ പ്രശ്നത്തിൽ ഇടപെട്ട് അതിനെ അതിജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് വഴിയൊരുക്കുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ആ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും സഹായിക്കണം. ആ ദൈവകൃപ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വചനങ്ങളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, പരിപാലിക്കട്ടെ. ഈ പ്രതിസന്ധി അതിജീവിക്കുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് കരസ്വസ്ഥ പ്രാർത്ഥനകൾ ചൊല്ലാം. ആ ഓരോ പ്രാർത്ഥനയോടും നമ്മുടെ നിയോഗം നമുക്ക് ചേർത്ത് വെച്ച് ആ പ്രാർത്ഥനയുടെ അർത്ഥം ആലോചിച്ചുകൊണ്ട് നമുക്ക് ആ പ്രാർത്ഥനകൾ ഇപ്പോൾ ചൊല്ലാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിൻ്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിൻ്റെയും സകല സഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളവുകൾക്കും സുഭിക്ഷമായ വത്സരത്തിനും ലോകം മുഴുവൻ്റെയും ഐശ്വര്യത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷന്മാരേവരെയും മെത്രാന്മാരെയും മറ്റജപാലകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുഗ്രഹ സമ്പന്നനും കാരുണ്യവാരിധിയുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നന്മ തന്നെ ആയവനും സകല നന്മകളുടെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രകൃത്യാ മരണമില്ലാത്തവനും ഉജ്ജ്വല ശോഭയിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളോടൊപ്പം ഈ ബലിയിൽ പങ്കെടുക്കുന്ന സർവ്വ സഹോദരി സഹോദരന്മാരുടെയും നിയോഗങ്ങളും പ്രാർത്ഥനകളും കൂടി ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈ കൊറോണ വൈറസ് മൂലം രോഗികളായി കിടക്കുന്നവരെ നിന്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെ ഓർത്ത് വേദനിക്കുന്ന കുടുംബാംഗങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ഡോക്ടർമാരെയും മറ്റ് ആതുര ശുശ്രൂഷകരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭരണാധികാരികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവരെല്ലാവരും അധിക സഹനത്തിലൂടെയും വേദനയിലൂടെയും കടന്നു പോകുമ്പോൾ നിന്റെ വലിയ സംരക്ഷണവും കൃപയും കാരുണ്യവും അവരുടെ മേൽ ചൊരിയണമേ. കർത്താവേ, ഓരോ വ്യക്തിയുടെയും നെടുവീർപ്പുകൾ നീ കേൾക്കണമേ. അവരുടെ പ്രാർത്ഥനയുടെ സ്വരം നീ കേൾക്കണമേ. കർത്താവേ, നീ തന്നെയാണ് ഞങ്ങളോട് പറഞ്ഞത്, നിന്റെ നെടുവീർപ്പുകൾ പോലും എനിക്കറിയാം. കർത്താവേ, ഇവരോരോരുത്തരുടെ ഹൃദയത്തിൽ വിചാരിക്കുന്ന നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ നീ കാണണമേ. കരയുന്നവരുടെ കണ്ണുനീര് നീ ഒപ്പണമേ. കണ്ണുനീരിൻ്റെ കാരണങ്ങളെ നീ മാറ്റിക്കളയണമേ. തളർന്നു പോയവരെ നീ ശക്തിപ്പെടുത്തണമേ.
രോഗികളായിരിക്കുന്നവരെ നീ സുഖപ്പെടുത്തണമേ. അവരെ ശുശ്രൂഷിക്കുന്നവരെ നീ അനുഗ്രഹിക്കണമേ, ആരോഗ്യം നൽകി പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരെ ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേഖത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുമേനിടവുമേതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളുടണയുക അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും തിരുമനായ മാർയോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്നൽ ഘോഷിക്കട്ടെ. വിജയം വരിച്ച നിരുമന്മാരുടെയും ബോധം ചുടരത്ത സാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി. ചെറിയവരും വലിയവരും നിന്റെ സുദർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രായമനുസരിച്ച് അനേക തവണ നമ്മൾ ഏറ്റുചൊല്ലിയ ഒരു പ്രാർത്ഥനയുണ്ട്. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആദ്യത്തെ വാക്കിതാണ് സർവശക്തൻ. ദൈവത്തിനെല്ലാം സാധിക്കുമെന്ന് നമ്മൾ അനേക തവണ ഏറ്റുപറഞ്ഞു. നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മളിന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നമ്മളെ സഹായിക്കുവാൻ, ഈ മഹാമാരിയെ ഒതുക്കുവാൻ, നമ്മളെ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ വിശ്വസിക്കുന്ന, വിളിച്ച് പ്രാർത്ഥിക്കുന്ന സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അധരങ്ങൾ കൊണ്ട് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുമുള്ള യാഥാർത്ഥ്യനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തെന്നുള്ള സത്യദൈവവും പിതാവിനോട് ഏക സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായി
ശരീരത്തിന്റെ ഉയർപ്പ് നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കിസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ ഞങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവും ദൈവവുമായ മിശിഹായേ, ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ പരിഗണിക്കരുത്. ഞങ്ങളുടെ ദുഷ്ടതയുടെ ആധിക്യ നിമിത്തം നീ കോപിക്കരുത്. നീ സ്വീകരിച്ച ഞങ്ങളുടെ മനുഷ്യത്വത്തോടെ സമയത്തിൻ്റെ സമാപ്തിയിൽ പ്രത്യക്ഷനാകുമ്പോൾ തിരുസന്നിധിയിൽ കൃപയും അനുഗ്രഹവും കണ്ടെത്തുന്നതിനും സ്വർഗീയ ഗണങ്ങളോട് ചേർന്നതിനെ സ്തുതിക്കുന്നതിനും ഞങ്ങൾ യോഗ്യരാകുവാൻ വേണ്ടി ഈ ബലിതിൻ്റെ അപർണനീയമായ കൃപയാൽ പൗത്രീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീക്കുവാൻ ഇതിന് ശക്തി നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശ്വത്തിൻ്റെ ശരീരരത്നങ്ങളാകുന്ന ദിവ്യരസങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ ഇളയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കരുണാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹത്തിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവമേ, ആരാധന രാജാവേ, അങ്ങയുടെ സന്നിധിയിലെ സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായയുക്തവുമാകുന്നു. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാകയുടെ മൗത്യമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമമെല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. ഇതോടെ നാലക ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കരുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു
മണിമകള ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ ഉന്നത വീതിയിലോശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഞങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മയാതനും അങ്ങയുടെ സുദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിശായയുമായ ആ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് യാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. ആമേൻ. അപ്രകാരം തന്നെ കാസിയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം ഈശോയുടെ തിരുരക്തം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ തിരുരക്തത്താൽ നമ്മൾ ഓരോരുത്തരെയും കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ രോഗപീഠകളും വൈറസിൻ്റെ സാന്നിധ്യവും ഈ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ നമ്മുടെ ശരീരത്തെ വിട്ടുപോകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്ന എല്ലാവരുടെയും ശരീരങ്ങൾ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കാം. ആ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ എല്ലാവർക്കും സൗഖ്യമുണ്ടാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് ഇവിടുത്തെ സഹനത്തിൻ്റെ മരണത്തിൻ്റെ യോഗ്യതയാൽ ഈ മഹാമാരി നാടിനെ വിട്ടുപോകാനായിട്ട്, ലോകത്തെ വിട്ടുപോകാനായിട്ട് നീ കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാവീദ് ബലിയർപ്പിച്ചപ്പോൾ ആ ബലി സ്വീകരിച്ച് മഹാമാരി പിൻവലിച്ചതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ തിരുരക്തം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തോട് നീ കരുണ കാണിക്കണമേ. ഈ മഹാമാരി നീ ഈ ലോകത്ത് നിന്ന് നീക്കിക്കളയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന, കർത്താവേ സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഇവരും ബലഹീനരുമാകുലരുമായ ദാസരന്റെ നിരസന്നത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വലിയ നിരഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.
നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടങ്ങൾ ശ്രമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മൗത്തമനയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേശത്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരമായ മാ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും മറ്റെല്ലാ സഭകളുടെ അധ്യക്ഷന്മാർക്ക് വേണ്ടിയും അതിരൂപത അധ്യക്ഷന്മാർക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭകളിന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും വളരെ പ്രത്യേകമായിട്ട് കൊറോണ വൈറസ് മൂലം രോഗികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടിയും ഈ വൈറസിനെ കീഴടക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഗവൺമെൻറ്റുകൾക്ക് വേണ്ടിയും ഈ വൈറസ് മൂലം അപ്രതീക്ഷിതമായി ലോകത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ സഹോദരരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷത്തിൻ്റെ ശരീരരത്നങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ ദുരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാപനസ്മരണ അങ്ങയുടെ വർണ്ണനവും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ സഹായം അയച്ചുവെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലീഹന്മാർ, രക്തസാക്ഷികൾ, ബന്ധകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവും അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധയുടെയും മാർഗം പഠിപ്പിച്ചൊന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേളിയവരും ബലഹീനരും ക്ലേശിതരമായി യഥാസുരം അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥന് രക്ഷണമായി ശമിശഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യരത്വത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും
കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നുവെങ്കിലും സ്തുതരഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ഓർത്തുമൊക്കെ അനുദപിക്കാം. വ്യക്തിപരമായി നമ്മുടെ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഓർത്ത് അനുദപിച്ച് യേശുവിൻ്റെ മാപ്പ് ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ കരുണയുടെ പ്രാർത്ഥന ചൊല്ലാം. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാചാരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ്, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായി അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ഞങ്ങളൊന്ന് ഏർന്നിപ്പോൾ ആവർത്തിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
കർത്താവേശുതനായ സർവേശ്വര നലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഏൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും വിശുദ്ധ കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഞങ്ങൾക്കെന്ന് വലിയ ആഗ്രഹമുണ്ടെങ്കിലും ദിവ്യകാരുണ്യത്തിൽ ഈശോയെ സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ. എന്നാൽ അരൂപിയിൽ നമുക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റും. ഇവിടെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ ഒരുക്കി ഈശോയെ അരൂപിയിൽ എന്നിലേക്ക് വരണമേ. ദിവ്യകാരുണ്യം ഞാൻ നേരിട്ട് സ്വീകരിക്കുമ്പോൾ ഉള്ളതുപോലത്തെ ഒരാത്മീയ അനുഭവവും അനുഗ്രഹങ്ങളും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ പ്രാർത്ഥന ഇവിടെ ചൊല്ലിത്തരുന്നതിനോട് ചേർന്ന് നിങ്ങൾ കൂടിച്ചൊല്ലിയപ്പോൾ പ്രാർത്ഥിക്കുന്നു. സക്രാരിയിൽ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോ, അങ്ങ് സത്യമായും ദൈവവും കർത്താവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു. ഓ ഈശോയെ, കൂദാശയ്ക്കടുത്ത വിധം അങ്ങേ സ്വീകരിക്കുവാൻ കഴിയാത്ത ഈ ദിവസം, അരൂപിക്കടുത്ത വിധം അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും ലോകം മുഴുവനിലേക്കും എഴുന്നള്ളി വരണമേ. ഓ ദിവ്യകാരുണ്യനാഥ, പാപിയായ എൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്കും ലോകം മുഴുവനിലേക്കും എഴുന്നള്ളി വന്നിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിതാവേ സ്തോത്രം, പിതാവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച ശരീരവും പാനം ചെയ്ത രക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സകലത്തിനെയും നാഥായ നയിക്കുവാമേൻ. കർത്താവിൻ തിരുമുൻപിൽ വന്നതി ഭക്തി വിശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരീ രഹസ്യങ്ങൾ പാപമോചനമേകട്ടെ. ഉന്നതൻ യുഗരാജാവായിടും കന്യക സുതനേശുവേ, ദാസന്റേതുപോൽ സൃഷ്ടാവിൻ്റെയും സാദൃശ്യം നീ നിനയ്ക്കുകിൽ. നിന്നിൽ വിശ്വസിച്ചാശ്രയിച്ചവർ നിന്റെ സങ്കേതം തേടിയോർ നിന്റെ മാംസനീടങ്ങളാൽ പാപമോചനം നേടി ധന്യരായി. വനമേഘത്തിൽ നീങ്ങിനേ വരും നാളിൽ നിന്നെതിരേൽപ്പിനായി നിന്റെ മുൻപിൽ വരാനും വാനവ വൃന്ദമൊത്തു നിരന്തരം നിൻ സ്തുതി ഗീതമാലപിക്കാനും ഞങ്ങളെ യോഗ്യരാക്കണേ. നിൻ സ്തുതി ഗീതമാലപിക്കാനും ഞങ്ങളെ
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഔന്നത്യമായ ദാനത്തെക്കുറിച്ച് കർത്താവ് അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖമാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവരസ്യങ്ങളിൽ പങ്കുകൊള്ളുവാനും മഹോന്നതനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങളുടെ പെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പൗത്രീകരിക്കുന്നതിൻ്റെ മൂല്യമായ ശരീരരത്നങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവ്വം നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ആചാരം നിന്റെ കാരുണാതിരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. സകലത്തിനെയും നാഥായ നയിക്കും. പ്രിയപ്പെട്ടവരെ, കുർബാനയ്ക്കിടയ്ക്ക് ഞാൻ പറയുകയുണ്ടായി, കാര്യങ്ങളുടെ മുൻഗണനകൾ ചിലപ്പോൾ മാറിപ്പോകും. അപ്രധാനമെന്ന് കണ്ടത് പ്രധാനപ്പെട്ടതാകും, പ്രധാനപ്പെട്ടതായി കണ്ടത് വലുതും അപ്രധാനമാകും. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്, പണവും ജോലിയും സ്ഥാനമാനങ്ങളും ഒക്കെ വിലപ്പെട്ടതാണെങ്കിലും അതിനേക്കാളൊക്കെ വിലപ്പെട്ടത് നമ്മുടെ ആയുസ്സും ആരോഗ്യവും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയുമൊക്കെയാണെന്ന്. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഉള്ളുവെന്ന്. ഈ ഒരു മുൻഗണനയിലെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുന്ന നന്മകൾ ഉണ്ടാക്കാൻ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് തലകുനിക്കാം. കർത്താവമിശിഹ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും. മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയിർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ, ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലെ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ.
ദൈവം കരുണയോടെന്നെന്നും. ആമേൻ. ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ.